എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതിനേക്കാൾ പ്രധാനമാണ് പരീക്ഷാ ഹാളിലെ ആ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത്. പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പേപ്പറിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അധ്വാനം പാഴാകും. പരീക്ഷാ ഹാളിൽ ടെൻഷൻ ഇല്ലാതെ സമയം ലാഭിച്ചുകൊണ്ട് എങ്ങനെ മികച്ച രീതിയിൽ ഉത്തരങ്ങൾ എഴുതാം? പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 മാന്ത്രിക വിദ്യകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 10ാം ക്ലാസ് +2 പരീക്ഷ എഴുതുന്നവർ ഇത് നിർബന്ധമായും കാണുക. 1. കൂൾ ഓഫ് ടൈം കൃത്യമായി ഉപയോഗിക്കുക. എഫക്റ്റീവ് കൂൾ ഓഫ് ടൈം. ചോദ്യപേപ്പർ കിട്ടിയാലുടൻ ഉത്തരങ്ങൾ എഴുതാൻ ധൃതി കാണിക്കരുത്. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാൻ ഉപയോഗിക്കുക. നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം അടയാളപ്പെടുത്തുക. ഓരോ ചോദ്യത്തിനും എത്ര സമയം നൽകണം എന്ന മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഈ 15 മിനിറ്റ് നിങ്ങളുടെ പരീക്ഷയുടെ പകുതി വിജയം നിശ്ചയിക്കുന്നു. 2. ഉത്തരങ്ങളുടെ അവതരണം. പ്രസന്റേഷൻ സ്കിൽസ്. നിങ്ങളുടെ ഉത്തരക്കടലാസ് കാണുമ്പോൾ തന്നെ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകന് ഒരു പോസിറ്റീവ് ഇംപ്രഷൻ തോന്നണം. പോയിന്റുകൾ തിരിച്ചെഴുതാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട വരികൾ അടിവരയിടുക, അണ്ടർലൈൻ. കൈയക്ഷരം മുത്തുപോലെ വേണമെന്നില്ല, പക്ഷേ വായിക്കാൻ പറ്റുന്ന വ്യക്തതയുണ്ടായിരിക്കണം. ഓർക്കുക, വൃത്തിയുള്ള ഉത്തരക്കടലാസ് കൂടുതൽ മാർക്ക് വാങ്ങിത്തരും. 3. ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ്. പല കുട്ടികളും പറയുന്ന പരാതിയാണ് സമയം കിട്ടിയില്ല എന്നത്. ഇതിന് കാരണമറിയാവുന്ന ചോദ്യത്തിന് അമിതമായി ഉത്തരം എഴുതുന്നതാണ്. 1 മാർക്കിന്റെ ചോദ്യത്തിന് 1 പേജ് എഴുതരുത്. മാർക്കിനനുസരിച്ചുള്ള ദൈർഘ്യം മാത്രം നൽകുക. പ്രയാസമുള്ള ചോദ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ അടുത്തതിലേക്ക് പോവുക. അവസാനം സമയം ലഭിക്കുമ്പോൾ മാത്രം അവയിലേക്ക് തിരിച്ചു വരിക. 4. ചിത്രങ്ങളും ഡയഗ്രമുകളും. ഡയഗ്രാംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്. ഒരു വലിയ പാരഗ്രാഫ് വായിക്കുന്നതിനേക്കാൾ അധ്യാപകർക്ക് ഇഷ്ടം ലളിതമായ ചിത്രങ്ങളോ ഫ്ലോ ചാർട്ടുകളോ കാണുന്നതാണ്. സയൻസ്, സോഷ്യൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഡയഗ്രമുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചിത്രം വരയ്ക്കാൻ പറഞ്ഞില്ലെങ്കിൽ പോലും പ്രസക്തമായ ഇടങ്ങളിൽ ചെറിയ സ്കെച്ചുകൾ നൽകുന്നത് നിങ്ങളുടെ ഉത്തരത്തിന് വലിയ മൂല്യം നൽകും. 5. അവസാന 10 മിനിറ്റ് ഫൈനൽ റിവിഷൻ. എഴുതിക്കഴിഞ്ഞാൽ ഉടൻ പേപ്പർ കൊടുത്ത് പുറത്തിറങ്ങരുത്. അവസാനത്തെ 10 മിനിറ്റ് നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യാൻ മാറ്റിവെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ശരിയാണോ? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയോ? അക്ഷരത്തെറ്റുകൾ ഉണ്ടോ? ഈ പരിശോധനയിലൂടെ 5 മുതൽ 10 മാർക്ക് വരെ നിങ്ങൾക്ക് അധികം നേടാൻ സാധിക്കും. പരീക്ഷ എന്നത് നിങ്ങളുടെ അറിവിന്റെ പ്രദർശനമാണ്. ആത്മവിശ്വാസത്തോടെ ഹാളിലേക്ക് കയറി ചെല്ലുക. ഈ ടിപ്സ് പരീക്ഷിച്ചു നോക്കൂ. ഫലം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ.